എക്സാം ഫീവർ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. പല സ്കൂളുകളിലും മിഡ് ടേം എക്സാമിനേഷൻ, ടേം എക്സാം, മന്ത് എൻഡ് ടെസ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ സമയങ്ങളിൽ വരുമ്പോൾ ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെ പല കോളുകളും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം വരാണ് അല്ലേ. അപ്പോൾ എല്ലാവരും കുട്ടികളുടെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും എക്സാം ഫീവർ ആണ്. അപ്പം എന്താണ് അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരൻസ് പലരും പറയുന്നത് അതുവരെ പഠിക്കാത്ത ആൾക്കാർ ആ ദിവസം കുത്തിരുന്ന് പഠിക്കും, ചിലപ്പോൾ വൈകുന്നേരം ഉറക്കുളച്ചിരുന്ന് പഠിക്കും, ടയേർഡാവും, മാർക്കൊന്നും കിട്ടുന്നില്ല. അപ്പം ഇതിൽ നിന്ന് ഒരു മാറ്റം വരാനായിട്ട് മാഷെ അവളുടെ കയ്യിൽ ഫോൺ കൊടുക്കാം, മാഷ് ഒന്ന് ഉപദേശിക്കും, ഇതാണ് പലരും പറയും. അപ്പം അവിടെ മെയിനായിട്ടും പറയാനുള്ളത് എക്സാമിനേഷൻ ഫീവർ എന്ന് പറയുന്നത് ഒരു സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആയിട്ടാണ് നമ്മൾ പറയുക. എന്താ സൈക്കോസൊമാറ്റിക്? നമ്മൾ മാനസികമായിട്ട് പറയാണ് എനിക്ക് പനി വരും, എനിക്ക് പനി വരും എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക്കലി വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ പനിച്ചു എന്ന് വരും. അപ്പം അത്തരത്തിലുള്ള രീതിയിൽ ഒരു എക്സാമിനേഷനെ നമ്മൾ മുന്നിട്ട് കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു പ്രഷറിനെ എങ്ങനെ ലഘൂകരിക്കാം എന്നുള്ള ആശയമാണ് ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ചിന്തിക്കേണ്ടത്? നമ്മളുടെ ലിഷർ ടൈം എന്ന് പറയുന്ന ഒരു ടൈമുണ്ട്. ചിലപ്പോൾ നമ്മളുടെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൊരു പീരീഡ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ ടീച്ചർ വന്നില്ല എന്നുള്ള ടൈം പീരീഡൊക്കെ ഉണ്ടാവും. അല്ല, വീട്ടിൽ നമ്മളിരിക്കുന്ന ടൈം പീരീഡിൽ ചുമ്മാ ഇരിക്കാമെന്ന് വിചാരിക്കാം. ആ ലിഷർ ടൈമിൽ നമുക്ക് പല കാര്യങ്ങളും റീകോൾ ചെയ്യാം. സ്കൂളിൽ നടന്ന വിഷയങ്ങൾ അല്ലേ, ടീച്ചറുമായിട്ട് ക്ലാസ് റൂമിൽ സംസാരിച്ച കാര്യങ്ങൾ, സ്റ്റാഫ് റൂമിലത്തെ ഡിസ്കഷൻ, അതേപോലെ പഠിച്ച കാര്യങ്ങൾ അയവറക്കാനായിട്ടുള്ള ശ്രമം നിങ്ങൾ ലിഷർ ടൈമിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. പശുവിനെ കണ്ടിട്ടില്ലേ? പശു എന്താ ചെയ്യുക? പെട്ടെന്ന് പുല്ല് വാരി വലിച്ച് തിന്നിട്ട് അത് ഒരു സ്ഥലത്ത് പോയിരുന്ന് പതുക്കെ അങ്ങനെ ഞാവും ഞാവും എന്നിട്ട് ഇങ്ങനെ ചൂ ചെയ്യും അല്ലേ. അപ്പം അതേപോലെ നിങ്ങൾക്കൊരു റീകോൾ മെക്കാനിസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കാം. അങ്ങനെ റീകോളിംഗ് മെക്കാനിസം നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കാറുണ്ട്. പല കുട്ടികളും ചെയ്യണില്ല. ഒരു 80% സ്റ്റുഡൻസും ആ പഠിക്കുന്ന ടൈം പീരീഡിൽ സഗൗരവം പഠിക്കും. പക്ഷെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലോ പഠിച്ച കാര്യങ്ങൾ അവർ റീകളക്ട് ചെയ്യാനായിട്ട് ഒരിക്കലും ശ്രമിക്കില്ല. അപ്പം എന്തുണ്ടാവും? കുറച്ച് കഴിയുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ മറക്കുകയാണ്. ഈ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ മറന്നു കഴിഞ്ഞാലോ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇനി പഠിച്ചിട്ട് കാര്യമില്ല, പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നു പോവാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം നമുക്ക് തടയിടാനായിട്ട് പറ്റുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിൽ റീകോൾ ചെയ്യാനും റിവൈസ് ചെയ്യാനുമായിട്ട് പീരിയോഡിക് ആയിട്ട് നിങ്ങൾ ചെയ്യണം. അല്ലാതെ ഒരു ചാപ്റ്റർ മുഴുവൻ കഴിയട്ടെ എന്നിട്ട് റിവിഷൻ ചെയ്യാം അല്ല. നമ്മൾ സാധാരണ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരാഴ്ച നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആ വീക്കെൻഡിൽ നമ്മൾ റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ വീക്കെൻഡിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തണം. അല്ലാതെ മുഴുവൻ നേരം ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്ന പ്രക്രിയക്ക് അവിടെ സ്ഥാനമില്ല. ഒരു 60% പഠിക്കുന്ന കാര്യത്തിലേക്ക് കൊടുക്കുക, 20% പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യാൻ നോക്കുക, ബാക്കി 20% എഴുത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക, പ്രസൻറ്റേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ പഠിച്ച കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള പ്രക്രിയയുണ്ട്. അതിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നത്. ഗ്രൂപ്പ് സ്റ്റഡി പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് സ്കൂളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂട്ടോറിയൽസ് ഉണ്ട്, ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പാറ്റേണുകൾ ശരിയാണോ എന്നുള്ളത് നമുക്ക് റീകോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ റീകോൾ മെക്കാനിസത്തിലൂടെ നമ്മൾ റീകോൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. മറ്റുള്ളവരായിട്ട് നമ്മൾ ചർച്ചകൾ ചെയ്യുക. ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്നുള്ളത് അവരോട് ചോദിക്കുമ്പോൾ അതിൽ ഇന്ന രീതിയിലുള്ള തെറ്റുകളുണ്ട്, കുറച്ചും കൂടിയും കൃത്യമായിട്ട് എങ്ങനെയാണത് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇനി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മിററിംഗ് ടെക്നിക്കാണ്. പലപ്പോഴും നമുക്കറിയാം വീടുകളിൽ 1ഉം 2ഉം കുട്ടികളാണ് അല്ലേ. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവും? നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പം ഞാൻ എൻ്റെ പഠിക്കുന്ന കാലത്തിൽ ഞാൻ എൻ്റെ 10th സ്റ്റാൻഡേർഡ് 1999 ആ കാലഘട്ടത്തിൽ ഞാൻ പഠിച്ച രീതി ഞാൻ ഓർക്കുകയാണ്.
ഞാൻ എൻ്റെ വീട്ടില് പഠിക്കുന്ന മുറിയിൽ ഒരു കണ്ണാടിയുണ്ട്. ആ മിറർ വാളിലുള്ള ചുവരിലുള്ള ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടീൻ്റെ അടുത്ത് പോയിട്ട് ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ഞാൻ ആ കണ്ണാടിയിൽ എന്നോട് തന്നെ ഞാൻ ഉത്തരം പറയും. ആ ഉത്തരം പറച്ചിൽ എന്ന് പറയുന്നത് വളരെ ആർജവത്തോടു കൂടി തന്നെയാണ് പറയുക. നമ്മുടെ ബോഡി ലാംഗ്വേജ് തന്നെ എനിക്കൊരു കാര്യം വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ എൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവും, ഉന്മേഷം ഉണ്ടാവും. പറയുന്ന കാര്യങ്ങളുടെ തീക്ഷ്ണത എന്താണ് എന്നുള്ള ആ ബോഡി ലാംഗ്വേജ് എനിക്ക് തന്നെ സ്വയം മനസ്സിലാക്കാനായിട്ട് പറ്റും. എൻ്റെ ആ പേഴ്സണാലിറ്റി, എൻ്റെ ആ വ്യക്തിത്വം എന്ന് പറയുന്നത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ആ ഒരു മിററിൽ ഞാൻ കാണാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മഹനീയമായിട്ടുള്ള ഒരു സമയം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ നമ്മളുടെ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണം, അവെയർനെസ് ഉണ്ടാവണം എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അടുത്തായിട്ട് നമുക്ക് ഹെഡ്സെറ്റ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലെ. പലതരത്തിലും ക്ലാസ്സുകളുടെ പോഡ്കാസ്റ്റ് കേൾക്കാനായിട്ട് പറ്റും. നമ്മുടെ കയ്യിൽ NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ആ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ 1ാമത്തെ പേജ് തൊട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് അത് പറഞ്ഞു തരുന്ന രീതിയുണ്ട് അല്ലെ. ഓരോ ചാപ്റ്ററുകളും പോഡ്കാസ്റ്റ് വഴി ചെവി കൊണ്ട് കേട്ടാൽ മതി. അപ്പൊ നമുക്ക് കിടക്കാണെങ്കിലും നമുക്ക് സുഖമായിട്ട് ആ പോഡ്കാസ്റ്റ് കേൾക്കാൻ പറ്റും. അപ്പൊ മനോഹരമായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പല എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും. ആ എക്സ്പ്ലനേഷൻസും ഭംഗിയായിട്ട് കേൾക്കാനായിട്ട് പ്രാക്ടിക്കലി പറ്റുന്ന കാര്യമാണ് പോഡ്കാസ്റ്റ് മെത്തഡോളജി. ഇനി പറയാനുള്ളത് യു ഹാവ് ടു ലവ് യുവർ സ്റ്റഡീസ് അല്ലെ. പഠിക്കുന്ന കാര്യങ്ങളിനെ നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ സ്നേഹിക്കണം. യു ഷുഡ് ബി അഡിക്റ്റഡ് ടു സ്റ്റഡീസ്. അങ്ങനത്തെ രീതിയിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് എത്രത്തോളം ഡിഗ് ചെയ്ത് താഴോട്ടേക്ക് എത്താൻ പറ്റുന്നുവോ എന്നുള്ള ആ ഒരു കഴിവ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നോക്ക്, അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോൺസെപ്റ്റിനെ കുറിച്ചും പുതിയ കാര്യങ്ങളെ കുറിച്ചും യു വിൽ എക്സ്കവേറ്റ് സംതിങ് ഔട്ട്, യു വിൽ ഡിഗ് സംതിങ് ഔട്ട് എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. മുൻപ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ നമ്മളുടെ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന വസ്തു എന്താണ്? പലരും വിചാരം അത് ഇരുമ്പ് കൊണ്ടാണ്, അതിനെ കാന്തീകരണം വെച്ച് കഴിഞ്ഞാൽ അത് മാഗ്നറ്റ് ആയി എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ന്യൂബിയം എന്ന് പറയുന്ന ഒരു എലമെന്റ് വെച്ചിട്ടാണ് മാഗ്നറ്റ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹി ഓർ ഷീ ഹാസ് ബീൻ ഡിഗ്ഡ് വെരി വെൽ അല്ലേ. അപ്പോഴാണ് ആ ഓരോ എലമെന്റിന്റെ പ്രത്യേകതകളെ കുറിച്ചും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാലിബർ ആ കുട്ടിക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിനൊക്കെ നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കോൺസെപ്ച്വൽ ലേണിംഗ് എന്ന് പറയുന്ന മെക്കാനിസം. കോൺസെപ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ മറക്കാൻ പാടില്ല. എൻ്റെ സ്കൂളിൽ ഫ്രഞ്ച് റവല്യൂഷൻ പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട്. അപ്പൊ അവർ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു ഇയർ എന്ന് പറയുന്നത് ഇന്നും തെറ്റാണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. 1 കഴിഞ്ഞിട്ട് 7 കഴിഞ്ഞാൽ 8, 9 എന്നുള്ള നമ്പേഴ്സ്, ആ ഒരു നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ജീവിതത്തിലെ ആ ഒരു ഇയറിനെ കുറിച്ച് മറക്കില്ല. കാരണം 1 കഴിഞ്ഞാൽ 7, 8, 9 എന്നുള്ള കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ്. 1789 നമുക്ക് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടായത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാനായിട്ട് പറ്റും. ഇനി ഈ എല്ലാത്തിനും ഉപരിയായിട്ട് ഒരു ഫോർമുല ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവുക. ആ ഫോർമുല ബുക്ക് ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു എക്സാമിനെയും നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറഞ്ഞിട്ട് A4 ഷീറ്റിലാണ് ഒരു ചാപ്റ്റർ ഉണ്ടാവുക. അപ്പോൾ +1 +2 കാലഘട്ടത്തിൽ 15 പേജ് ഉണ്ടെന്ന് വെച്ചാൽ 15 ചാപ്റ്റർ കഴിഞ്ഞു. കണക്റ്റീവ് ലൈൻ ഡയഗ്രാംസ് ആണ് കോൺസെപ്റ്റ് മാപ്സ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സാം ഫ്യൂവറും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു പഠനം എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ഗ്രേ ഏരിയാസ് ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള മറുപടിയും ഒരു കൗൺസിലിംഗ് സെഷനൊക്കെ നമുക്ക് ലൈവായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഓൾ ദി ബെസ്റ്റ്.